ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ മദ്യപിച്ച് ലക്കുകെട്ട് രാത്രി പാതിരയ്ക്കും പുലർകാലം വരെയൊക്കെ മദ്യപിച്ചിരുന്ന കാലഘട്ടങ്ങളെ ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെ മദ്യപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇരിക്കുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമാണ്. ഇന്നിപ്പോ നമ്മൾ ഒന്നിച്ചിരിക്കുന്നത് എന്നെ ഏൽപ്പിച്ച ഒരു പണി എന്ന് പറയുന്നത് സുബോധ ജീവിത പുസ്തകത്തിന്റെ ഒരു റിവ്യൂ ആണ്. എല്ലാവരും ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എല്ലാവരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഇല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ് പലപ്പോഴും പലരും ചെയ്യാറുള്ളത്. അതുകൊണ്ട് മാത്രമായില്ല, അത് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് പോലെ തന്നെ, അതുപോലെ തന്നെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന പുസ്തകം പോലെ ഈ പുസ്തകവും വളരെ പ്രധാനപ്പെട്ടതാണ് ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും മദ്യപിക്കാനുള്ള സാധ്യത എല്ലാവർക്കും ഒരുപോലെയാണുള്ളത്. എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്ത് മദ്യം ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളുടെ ചുറ്റുമൊക്കെ മദ്യം ഇപ്പോഴും ഒഴുകുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരും നമ്മൾ തന്നെയാണ്, അല്ലെങ്കിൽ ആഗ്രഹമുള്ള ആൾക്കാരും നമ്മൾ തന്നെയാണ്, നമ്മളെ പോലുള്ളവരാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അകത്ത് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അസാധ്യമായ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രക്രിയ ഏറ്റവും ലളിതമാക്കി തീർക്കുകയും അങ്ങനെ മാറി നിൽക്കുന്നത് ബലം പിടിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ടുകൊണ്ടല്ല, ഏറ്റവും ആസ്വദിക്കുന്ന തരത്തിൽ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വളരെ ലളിതമായ ചില പരിപാടികളിലൂടെ സാധിക്കും. 31ഓളം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ലൈഫ് ഏറ്റവും സന്തോഷകരമായി പോകാനുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തോടെ പറയുന്നത്. അതിലൂടെ നമുക്ക് ഓരോ ദിവസവും ഓരോന്നിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാം. ചിലപ്പോൾ ഒരെണ്ണം തീർന്നോളണമെന്നില്ല. കഴിയുന്നതും ഈ ഒരു പരിപാടി എല്ലാവരും തുടർച്ചയായി കേൾക്കണം, ചർച്ചയിൽ പങ്കെടുക്കണം. അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്കും അവ്യക്തതകൾ ഒക്കെ വ്യക്തത വരുത്താനുള്ള ഒരു സമയം നമുക്ക് എടുക്കണം. കാരണം ഇത് ഞാനൊരു ഒറ്റയ്ക്ക് എടുക്കുന്ന ഒരു കേസല്ല, നിങ്ങളുടെ കൂടി പങ്കാളിത്തം ഇതിനകത്ത് ഉണ്ടാവണം നന്നായിട്ട്. ഇത് പുസ്തകം എല്ലാവരുടെയും കയ്യിലുള്ളത് നല്ലതാണ്. ഇല്ലെങ്കിൽ പുസ്തകം ലഭിക്കുമെങ്കിൽ കിട്ടുമെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ വാങ്ങി വെച്ച് പോയി കഴിഞ്ഞാൽ അതൊന്ന് വായിച്ച് വരികയാണെങ്കിൽ നമുക്ക് കുറേ കൂടി നല്ല പോലെ ചർച്ചയിൽ പങ്കെടുക്കാം. അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് മുന്നിൽ പുസ്തകം ഉണ്ടെങ്കിൽ നമുക്കതും ഫലപ്രദമായിരിക്കും. അതുകൊണ്ട് പുസ്തകം എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഇപ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വാങ്ങി കയ്യിൽ വെക്കുക. ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഞാനൊരു മദ്യാസക്തൻ, ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നുണ്ടും ഇന്നത്തെ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് വിജയൻ. ഹായ്. ഞാനിപ്പോ 17 വർഷവും 7 മാസമായിട്ട് മദ്യപിക്കാതിരിക്കുന്നത്. 2004 ജൂലൈ 8-നാണ് ഞാൻ അവസാനം മദ്യപിച്ചത്. ജൂലൈ 9 മുതൽ ഇങ്ങോട്ട് മദ്യപിക്കുന്നില്ല. ഈ മദ്യപിക്കാതിരിക്കാൻ എന്നെ സഹായിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരുപാട് സാഹിത്യങ്ങളും അതുപോലെ തന്നെ മീറ്റിങ്ങുകളും ഷെയറിങ്ങുകളും എല്ലാം എന്നെ ഏതോ ഒരു തലത്തിലേക്ക് നമ്മളുടെ ചിന്തയെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ സുബോധവാനായിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. ആ സുബോധാവസ്ഥ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ ലിജോ ആണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്തൊരു കാര്യം, ഈ മദ്യാസക്തരായിട്ടുള്ള നമ്മള് മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു സവിശേഷത കൊണ്ടാണ് നമ്മൾ മദ്യപാനത്തിലേക്ക് പോയിട്ടുള്ളത്.
ഒരു പ്രത്യേക ക്യാരക്ടറാണ്. നമ്മൾ ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു പ്രത്യേക ക്യാരക്ടർ അവരിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 ഘട്ടമായിട്ടാണ് ഒരു മദ്യാസക്തന്റെ ജീവിതം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പം, വളരെ ചെറുപ്പം, അതായത് മദ്യപിക്കാത്ത നമ്മുടെ ചെറുപ്പം, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം. അത് കഴിഞ്ഞ് കൗമാരപ്രായമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ, കൗമാരപ്രായത്തിന്റെ അവസാന ഭാഗത്ത് യൗവനത്തിലേക്കൊക്കെ തുടങ്ങുന്ന സമയത്താണ് പലപ്പോഴും മദ്യത്തിലേക്കുള്ള ചാഞ്ചാട്ടമൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതുവരെയുള്ള ഘട്ടം, ആദ്യമായിട്ട് മദ്യപിക്കുന്ന ദിവസം വരെയുള്ള ഒരു ഘട്ടം. അത് കഴിഞ്ഞ് മദ്യപാനം തുടങ്ങിയിട്ടുള്ള, രസകരമായി ആസ്വദിച്ച് എല്ലാ പരിപാടികൾക്കും മദ്യത്തിന്റെ ആകമ്പടിയോടുകൂടി എന്റർടൈൻ ചെയ്തിട്ടുള്ള ഒരു ഘട്ടം. അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മദ്യാസക്തനായ ഒരു ഘട്ടം. എന്ന് വെച്ചാൽ ഇത് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഘട്ടം, മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഈ ഘട്ടം. അപ്പൊ ഇതില് എങ്ങനെയാണ് നമ്മൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന്, അതായത് ആസ്വദിച്ച് കഴിച്ചിരുന്നിടത്ത് നിന്ന് നമ്മൾ മൂന്നാമത്തെ ഘട്ടമായ രോഗാവസ്ഥയിലെ ഘട്ടത്തിലേക്ക് പോയതിന്റെ ഒരു പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മളുടെ ചെറുപ്പം മുതലേ നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ ഒരു പ്രത്യേക തരത്തിലായിരുന്നു. അത് മദ്യവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടം സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ മദ്യപിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വരാനുള്ള ഒരു കാരണം ഹെറിഡിറ്റിയാണ്, പാരമ്പര്യമാണ്. പാരമ്പര്യവും അതുപോലെ തന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങള്, ചുറ്റുപാടുകള്, നമ്മുടെ എന്താ പറയാ സാഹചര്യങ്ങള്, എൻവയറമെന്റ്, അതുപോലെ തന്നെ പാരമ്പര്യവും, ഈ 2 ഘടകവും കൊണ്ടാണ് നമ്മൾ ഒരു സ്വഭാവ രൂപീകരണം നടത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒക്കെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, രസകരമായി മദ്യപിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ കൂടിയിട്ടൊക്കെ നമ്മളും അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക്, മെല്ലെ ക്യാരക്ടറിലേക്ക് അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരും മദ്യപിക്കുന്ന പോലെ മദ്യപിക്കാൻ പറ്റില്ല, നമുക്കൊന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊരു ഈ ആൽക്കഹോളിസം അനോണിമസ് വന്നപ്പോഴാണ് നമ്മളതൊരു രോഗിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് നമ്മൾ ആൽക്കഹോളിസം അനോണിമസിൽ എത്തിയതും, അല്ലെങ്കിൽ ആൽക്കഹോളിസം അനോണിമസ് എത്തിയ പിന്നെയാണ് രോഗിയാണെന്നുള്ള തിരിച്ചറിവ് വന്നത്. അങ്ങനെ രോഗിയായതുകൊണ്ട് മാത്രമല്ല, രോഗിയാവാത്ത ആൾക്കാരും ഒക്കെ തന്നെ ഈ മദ്യപിക്കുന്നുണ്ട്. രോഗികളല്ലാത്ത ആൾക്കാരൊക്കെ മദ്യപിക്കുന്നുണ്ട്. അത് അങ്ങനെ വരാൻ കാരണം അവരുടെ ഒരു സ്വഭാവ വൈചിത്ര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ സാമീപ്യം കൊണ്ടോ സഹവർത്തിത്വം കൊണ്ടോ ചുറ്റുപാടുകൾക്ക് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ മദ്യപിച്ചു പോയ ആൾക്കാരാണ്. അപ്പോ നമ്മൾ മദ്യപാനം കൊണ്ട് മാറ്റിവെച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മദ്യപിച്ച കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങളൊന്നും നമ്മളിപ്പോ ചെയ്യുന്നില്ല, പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്നിരുന്നാൽ പോലും മദ്യപിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഉണ്ടാക്കാത്തുള്ളൂ. മദ്യപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിൽ രൂപപ്പെട്ട നമ്മളുടെ ചില ബാഡ് ഹാബിറ്റ്സുകൾ, ചില മോശം ശീലങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ അത് ഇപ്പോഴും നമ്മളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. നമ്മൾ കള്ളു കുടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ കള്ളുകൂടി നിർത്തിയപ്പോൾ അങ്ങ് പോയി. അത് പിന്നെ നമ്മൾ കള്ളു കുടിക്കാത്തപ്പോൾ നമ്മളതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിലേക്ക് നയിച്ചിട്ടുള്ള നമ്മളുടെ കുറെ പെരുമാറ്റ പ്രശ്നങ്ങളുണ്ട്, നമ്മളുടെ ചില കാഴ്ചപ്പാടുകളുണ്ട്, നമ്മളുടെ മനോഭാവങ്ങളുണ്ട്, നമ്മളുടെ ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളൊക്കെ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സംഗതികളെയും കൂടി മാറ്റിയെടുക്കണമെന്ന് ആൽക്കഹോളിസം അനോണിമസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പടികൾ 12 പറഞ്ഞിട്ടുള്ളത്. അത് കള്ളു കുടിച്ച കാലത്തുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനല്ല പടികളുള്ളത്, മറിച്ച് കള്ളുകുടിയിലേക്ക് നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സാണ്.
സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള. മനസ്സിൽ രണ്ട് ഭാഗമുണ്ട്. യുക്തിസഹമായ മനസ്സുണ്ട്, വൈകാരിക മനസ്സുണ്ട്. ഇമോഷണൽ മൈൻഡ്, റാഷണൽ മൈൻഡ്. അപ്പൊ ഈ യുക്തിസഹമായ മനസ്സിൽ ഉണ്ടെങ്കിൽ കാര്യകാരണ വിവേചനത്തോടുകൂടി നമുക്ക് ഒരു കാര്യത്തെ നോക്കി കാണാൻ കഴിയുള്ളൂ. അതേസമയം വൈകാരിക മനസ്സിൽ അതൊന്നും ഉണ്ടാവില്ല. വൈകാരിക മനസ്സിൽ എന്താണോ അപ്പൊ തോന്നുന്നത്, ആ സമയത്തെ വികാരം എന്താണോ ആ വികാരത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. എന്നാൽ യുക്തിസഹമായ മനസ്സിൽ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോ നമ്മളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതമൊക്കെ ഈ യുക്തിസഹമായ മനസ്സിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാവണം. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും എന്തിനാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നല്ല ബോധവാനായിട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അത് സുബോധമുള്ള ഒരു മനസ്സെന്ന് പറയാൻ പറ്റും. നല്ല ബോധമുള്ള മനസ്സ്. അപ്പൊ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, എപ്പോഴാണ് സംസാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണോ പറയേണ്ടത്, ഞാൻ അങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ നമുക്ക് ആലോചനയിലൂടെ കിട്ടും. അതല്ലാതെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് തിരിച്ചറിയലല്ല. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇതാണോ ചെയ്യേണ്ടത്, ഇപ്പോഴാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ, ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ഒരു ചിന്ത ആവശ്യമുണ്ട്. ആ ശരിയായ രീതിയിലുള്ള ചിന്ത നടത്തുന്ന മനസ്സാണ് സുബോധമുള്ള ഒരു മനസ്സെന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കറിയാം. ആ മനസ്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. സുബോധമുള്ള ഒരു മനസ്സ്. അപ്പൊ നമുക്ക് ചിലപ്പോ ചിലർ ചോദിക്കും, നമുക്ക് ഇപ്പൊ നമ്മൾ കള്ളു കുടിക്കാതെ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഈ മനസ്സ് ആണ് സുബോധ മനസ്സ് എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അതല്ല സുബോധ മനസ്സ്. കള്ളു കുടിക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട്, മദ്യപിക്കാതെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്യപിക്കാതെ ഇരുന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ മദ്യപിക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് സുബോധത്തിലേക്ക് പോകുക എന്നുള്ളത്. സുബോധം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ആവശ്യമുണ്ട്. ആ പ്രാക്ടീസാണ് ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് സുബോധവാനായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളില് ഓരോ ഘട്ടങ്ങൾ വരും. ഓരോ ഘട്ടങ്ങൾ. ഇപ്പൊ മദ്യപിക്കുന്ന ആൾക്കാരുടെ ഒരു സഭയിൽ പോയി ഇരിക്കേണ്ട ഘട്ടം വരും. അപ്പോഴും നമ്മൾ സുബോധവാനായിരിക്കണം. അതേപോലെ നമുക്ക് ഒരു ദേഷ്യം വരും അല്ലെ, അപ്പോഴും നമ്മൾ സുബോധവാനായിരിക്കണം. അതേപോലെ ഈ വീട്ടില് എന്താ പറയാ മദ്യം സൂക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ കല്യാണ പരിപാടിയൊക്കെ ആണ്, ചിലപ്പോൾ വീട്ടിൽ മദ്യം ഉണ്ടാവും. അപ്പോഴും നമ്മൾ സുബോധവാനായിരിക്കണം. ഏത് സിറ്റുവേഷനിലും നമ്മളുടെ ബോധം സുബോധത്തോടു കൂടി ഇരിക്കാനുള്ള ചില ടിപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത് ടിപ്പുകളെ ആവുന്നുള്ളൂ. ഈ ടിപ്പുകളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് നേരത്തെ ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ക്യാരക്ടർ രൂപപ്പെടണം. അതായത് അതൊരു ശീലമാകണം ടിപ്പുകൾ. അപ്പോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ പോലും അത് ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ച് നിരന്തരം നമ്മളുടെ വകയായിട്ട് ഇതിന്റെ ഉപയോഗം വന്നു കഴിയുമ്പോൾ നമുക്കതൊരു ശീലമായി വരും. അപ്പൊ ഏത് സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയും. അങ്ങനെ പെരുമാറാനുള്ള കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഇന്നിപ്പോ ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പോയിന്റിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോലെ കിടക്കാം. ഈ ഇതിന് ഇപ്പോ നമ്മൾ തുടങ്ങിയപ്പോ കുറെ കാര്യങ്ങൾ വായിച്ചു. അതിന്റെ പ്രതിദിന മനനങ്ങൾ വായിച്ചു. പടികൾ, ബിഗ് ബുക്കിന്റെ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള 5-ാമത്തെ അധ്യായത്തിന്റെ 2.5 പേജ് വായിച്ചു. പിന്നെ അതിൻ്റെ അകത്ത് പടികൾ വരുന്നുണ്ട്. പാരമ്പര്യം വായിച്ചു, സുബോധ ഇത് വായിച്ചു, പ്രതിദിന മനനങ്ങളും വായിച്ചു. ഇത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച മുതൽ ഇതിൻ്റെ അകത്ത് പേജ് ആമുഖ ഭാഗത്തുള്ള എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കണം എന്ന ഭാഗവും കൂടി വായിക്കണം. അത് നമുക്ക് പക്ഷെ കേൾക്കുന്നില്ല. നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അതിനുള്ള ഉത്തരം എന്തായിരിക്കും? ഉണ്ടാവില്ല. അതുപോലെ തന്നെ സന്തോഷം കിട്ടിയോ? സന്തോഷം ആദ്യത്തെ ഒരു അരമണിക്കൂർ കിട്ടിയിട്ടുണ്ടാവും, പിന്നെ സന്തോഷം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ചിലപ്പോൾ കുടിക്കുക, മനസമാധാനം ഇല്ലാണ്ടാവുമ്പോഴാണ് കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും പറയാം. ആ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ പക്ഷെ ചെറിയ ബ്രേക്ക് വരുന്നുണ്ട്. കുടിക്കാതിരിക്കുന്നു. ഇപ്പൊ ഒരുപക്ഷെ നമ്മളോട് ഈ എയിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാര് നമ്മുടെ കുടി മോശമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കുടി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കുടി നല്ല നിലവാരമുള്ള കുടി, എപ്പോ വേണേലും നിർത്താൻ പറ്റുന്ന കുടി, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുടി, എന്റെ അധീനതയിലുള്ള കുടി എന്ന് അഭിമാനിച്ചു കുടിച്ചവരാണ് നമ്മളൊക്കെ. എനിക്ക് എപ്പോ വേണേലും നിർത്താൻ പറ്റും, എല്ലാം മറ്റുള്ളവരെ പോലെ അല്ല എന്റെ കുടി, ഞാൻ അങ്ങനെ അധികം കുടിക്കാറില്ല, ഞാൻ കച്ചറ ഉണ്ടാക്കാറില്ല, ഞാൻ പൈസ അധികം ചെലവാക്കാറില്ല, ഞാൻ എന്റെ കാര്യം വിട്ട് കളിക്കാറില്ല എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മളുടെ കുടിയെ ന്യായീകരിച്ചു വരാം. പക്ഷെ നമ്മുടെ കുടി നമ്മൾ അങ്ങനെ ന്യായീകരിക്കുമ്പോഴും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മളുടെ കുടിയെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുള്ളവരോടൊക്കെ നമ്മൾ എതിർത്തിട്ടുമുണ്ട്, നമ്മൾ അവരോട് തർക്കിച്ചിട്ടുണ്ട്, നമ്മൾ ചൂടായിട്ടുമുണ്ട്. നമ്മളെ ഉപദേശിക്കാൻ വരുന്നവർ ഒറ്റ ഒന്നിനെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്റെ കുടി അങ്ങാനും കൂടുതലാണെന്നോ എന്റെ കുടി ശരിയല്ല എന്നൊക്കെ ആരെയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഒക്കെ കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മൾ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഏല് വന്നപ്പോഴല്ല ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞെങ്കിലും നമുക്കത് മനസ്സിലായില്ല. നമുക്ക് ഇത് മനസ്സിലാവണല്ലോ എന്തിനാ നമ്മൾ കുടിക്കാണ്ടിരിക്കുന്നത്. നമ്മൾ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നമ്മൾ കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടും, നമ്മളുടെ പൈസ തിരിമറി നഷ്ടപ്പെടും, നമ്മളുടെ ഉത്സാഹം പോവും, നമുക്കൊന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ. കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് സാമ്പത്തികമാണ്. അതിന് എക്സ്ട്രാ പൈസ ഉണ്ടാക്കിയപ്പോഴേ നമ്മൾ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടിച്ചൂടെ? അപ്പൊ നമ്മളുടെ കണക്കിൽ ഒരു സാമ്പത്തിക നഷ്ടം മാത്രമാണ് പലപ്പോഴും മദ്യപാനത്തിൽ നിന്ന് നമുക്ക് നഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് എന്നാലോ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു കുടി എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് സൗഹൃദങ്ങള്, ഒരുപാട് ബന്ധങ്ങള്, ഒരുപാട് എന്താ പറയാ എൻജോയ്മെന്റ്, ഇതൊക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ് കുടി. അങ്ങനെയുള്ള നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാണ് കുടിക്കാതിരിക്കുന്നത്? കുടിക്കാതിരുന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാനത് വായിക്കാം. എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കണം? ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ ഞങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതിന് ഞങ്ങളുടെ പഴയകാല ജീവിതത്തിലേക്ക് സത്യസന്ധമായി നോക്കുമ്പോഴാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് പറയണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. നമ്മൾ കുടിച്ചിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഒന്നുകൂടി പരിശോധിച്ച് നോക്കുക. നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച എൻജോയ്മെന്റ് കിട്ടിയിട്ടുണ്ടോ? സൗഹൃദം കിട്ടിയിട്ടുണ്ടോ? കൂടെ കുടിച്ചവന്മാരൊക്കെ നമ്മളെ ചീത്ത പറയാന്നുള്ളല്ലാതെ, കൂടെ കുടിച്ചവന്മാരൊക്കെ നമ്മളെ പറ്റിക്കുക എന്നുള്ളതല്ലാതെ, ഈ പൈസ മുഴുവനും പോവുക എന്നുള്ളതല്ലാതെ, ആരോഗ്യം പോവുക എന്നുള്ളതല്ലാതെ, കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം ശരിക്കും പറഞ്ഞാല് കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടില്ല എന്നല്ല, ആദ്യ കാലത്ത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീടുള്ള കാലത്ത് ഇത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ ലാഭങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരു കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്ന ഒരു സമയമുണ്ടല്ലോ. കുപ്പി വാങ്ങിച്ചോണ്ട് വന്ന്, ടച്ചിങ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്ന് വെച്ചിട്ട് വട്ടത്തിലിരുന്ന് കുടിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഇതിനു മുമ്പ് കുടിച്ച കുടിയിലെ നല്ല വശങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും.
മുമ്പ് കുടിച്ച ഏറ്റവും നല്ല രസകരമായ കുറെ സംഭവങ്ങളെ കുറിച്ചായിരിക്കും ചർച്ച നടക്കുക. അങ്ങനെ രസകരമായ സംഭവങ്ങളെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ നമുക്ക് വീണ്ടും ഇത് കുടിക്കാനുള്ള ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് അങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രമേ, അതായത് അതിന്റെ പോസിറ്റീവ്, ആ സമയത്തുള്ള അതിന്റെ പോസിറ്റീവ്. എന്നാൽ നമ്മളിപ്പോ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമ്മളെ ആ കാലത്തുള്ള ഒരു നെഗറ്റീവാണ് നമ്മളത് കണ്ടുകൊണ്ടിരുന്നത്. അന്ന് അതിന്റെ പോസിറ്റീവ് മാത്രം എടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോ നമ്മള് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടത് അത് ആ പഴയ കാലത്തെ കുടിയുടെ ഒരു തീവ്രമായ അല്ലെങ്കിൽ അതിന് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പുറകോട്ട് തിരിഞ്ഞ് വിലയിരുത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുക നമുക്ക് കുടിക്കാതിരിക്കുന്നു, കുടി നിർത്തേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവുക. നമ്മുടെ പഴയകാല ജീവിതത്തിലേക്ക് സത്യസന്ധമായി തിരിഞ്ഞു നോക്കണമെന്നാണ്. ഒരു സത്യസന്ധം മീൻസ് ഒരു ഇത് വെച്ചിട്ടല്ല, എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സ്വതന്ത്രമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുടി നിർത്തണോ വേണ്ടതെന്നുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും എന്നോ കുടി നിർത്തേണ്ടതായിരുന്നു എന്നുള്ള വിവരമൊക്കെ. ഏത് അളവിലുള്ള മദ്യപാനവും ഒരു മദ്യാസക്ത രോഗിയെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് ഞങ്ങളുടെ അനുഭവം വ്യക്തമായി തെളിയിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏതളവിലുള്ള മദ്യപാനവും മദ്യപാസക്ത രോഗിയെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഏതളവിലുള്ള മദ്യപാനം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെഗ് കുടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു ബാർ കയറുക, അല്ലെങ്കിൽ ഒരു കുപ്പി വാങ്ങുക, അല്ലെങ്കിൽ ആ 1.5 പെഗ്, അല്ലെങ്കിൽ 90, അല്ലെങ്കിൽ 120 കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും കയറിയിട്ടുണ്ടാവുക. പക്ഷെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പെഗ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ കാഞ്ചി വലിക്കുകയായി. അതിന്റെ കാഞ്ചി വലിച്ചാൽ നമ്മൾ 4, 5, 6, 7, 8 എത്രയാണോ നമ്മുടെ ആ ഒരു ടാർജറ്റ്, ആ ടാർജറ്റിൽ എത്തിയാണ് ചിലപ്പോൾ നമ്മൾ നിൽക്കുക. അപ്പോ ഏത് അളവിലുള്ള മദ്യപാനമായാലും മദ്യാസക്ത രോഗിയെ അതിന്റെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന് അത് നമുക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ വാക്കുകളിൽ പറയുന്നത് മദ്യം ആസക്തി രോഗം ഉളവാക്കുന്നു. ആസക്തി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മദ്യം. പല സാധനങ്ങളും നമുക്ക് ആസക്തി ഉണ്ട്. ചിലർക്ക് പണത്തിന്റെ ആസക്തി, ചിലർക്ക് എന്താ പറയാ മയക്കുമരുന്നുകളുടെ ആസക്തി, ലൈംഗിക ആസക്തി എന്ന് പറയുന്ന ഒരുപാട് ആസക്തികളുണ്ട്. അതേപോലെ അതായത് ആസക്തി എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും വേണം എന്നുള്ള ഒരു തോന്നല് എവിടെ നിന്നാണെന്ന് അറിയില്ല, ഒരു കൊതി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ ഒരു കൊതി ഇങ്ങോട്ട് വരികയാണ്. വീണ്ടും ഇനിയും വേണം എന്നുള്ളൊരു തോന്നല് ഉണ്ടാക്കുന്ന ആ തോന്നലാണ് ഈ ആസക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ മദ്യം അങ്ങനത്തെ രോഗം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ അങ്ങനെ ഈ മദ്യാസക്തിയുടെ പ്രത്യേകത അതിന് ചിന്തയെയും ന്യായ വിവേചന ശക്തിയെയും സ്വാധീനിക്കാൻ കഴിയും. ശരിക്കും നല്ല ചിന്തയും നല്ല ബ്രെയിനും നല്ല ചിന്തയും നല്ല കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യരാണ് നമ്മൾ. ശരി ഏത് തെറ്റേത്, ന്യായമേത് അന്യായമേത്, നീതി ഏത് അനീതി ഏത്, ധർമ്മമേത് അധർമ്മമേത് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിന്റെയും വിവേചന നടത്താനുള്ള ഒരു കഴിവ് നമുക്കുണ്ടല്ലോ. അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായ ട്രാക്കിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു സംഗതികളെ മുഴുവനും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മദ്യാസക്തന് മദ്യം കൊണ്ട് സംഭവിക്കുന്നത്. അതിന് ചിന്തയെയും ന്യായ വിവേചന ശക്തിയെയും സ്വാധീനിക്കാൻ കഴിയും. ഈ പറഞ്ഞ എല്ലാത്തിനെയും, നല്ലത് ചീത്തത്, ശരി തെറ്റ്, ന്യായം അന്യായം, ധർമ്മം അധർമ്മം, നീതി അനീതി എന്ന് പറയുന്ന അതിനെ വിവേചിച്ചറിയാനുള്ള ആ ശക്തിയെ സ്വാധീനിക്കാൻ ഈ മദ്യത്തിന് കഴിയുന്നുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഒരു സുബോധത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവേചിച്ചിട്ട് ചിന്തിച്ചിട്ട് അതിന് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും, സുബോധമുള്ള ഒരു മനസ്സിന്. പക്ഷെ മദ്യം അകത്ത് ചെന്ന ഒരാൾക്ക് ഇതിന്റെ അകത്ത് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ആ മദ്യത്തിന് നമ്മുടെ ഈ ചിന്തയെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ടാണ്. ഒരു കവിൾ മദ്യം തന്നെ മദ്യാസക്ത രോഗിയുടെ ചിന്തയെ മാറ്റിമറിക്കുകയും വീണ്ടും മദ്യപിക്കാനുള്ള തോന്നൽ അയാളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ഒരൊറ്റ കവിൾ മദ്യം തന്നെ
അയാളുടെ മദ്യാസക്ത രോഗിയുടെ ചിന്തയെ മാറ്റിമറിക്കും. ആദ്യത്തെ ഒരു പെഗ്ഗിന് മുമ്പ് മാത്രമാണ് നമ്മുടെ ചിന്ത ശരിയായ രീതിയിൽ ഉണ്ടാവുക. ഒറ്റ പെഗ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ചിന്ത ഈ മദ്യത്തിന് അനുകൂലമായിട്ടുള്ള ചിന്ത ഉണ്ടാവുക. അതുകൊണ്ട് വീണ്ടും വീണ്ടും മദ്യപിക്കാനുള്ള തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും. തന്റെ രോഗത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ മദ്യാസക്ത രോഗിക്ക് പഠിച്ചെടുക്കാം. ഈ രോഗം പലതരം രോഗമുണ്ട്. അതുപോലെ ഒരു രോഗമാണ് മദ്യാസക്ത രോഗം. പക്ഷെ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചികിത്സയില്ല. നമുക്കറിയാം, ഇത് ഡയഗ്നോസ് ചെയ്യാനും പറ്റിയല്ല. ലബോറട്ടറിയിലോ ECGയിലോ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടോ സ്കാനിങ് കൊണ്ടോ ഒന്നും പരിശോധിച്ച് കണ്ടെത്താൻ കഴിയാത്ത ഒരു രോഗമാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ ഈ മദ്യാസക്ത രോഗത്തെ നമ്മളുടെ ഒരു രോഗിയായ എനിക്ക് ആ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. ആ രോഗത്തെ മാറ്റിവെച്ച് നിയന്ത്രിക്കാൻ കഴിയും. അത് പഠിച്ചെടുക്കാറുണ്ട്. മദ്യാസക്ത രോഗി പഠിച്ചെടുക്കാം. പക്ഷെ രോഗാവസ്ഥ പൂർണ്ണമായി ഭേദപ്പെടുത്താനാവില്ല. ഈ പഠിച്ചെടുക്കാന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രോഗാവസ്ഥ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുള്ള നമ്മുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജീനുകളുടെ ഘടനയുടെ പ്രത്യേകത കൊണ്ടും ഒക്കെ എന്താ പറയാ എൻവയറമെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഹെറിഡിറ്റി ആയിട്ടും കിട്ടിയിട്ടുള്ള സംഗതികളിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ആ രോഗാവസ്ഥയെ നമുക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും അയാൾ കുടിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകും. ഇത് നമ്മുടെ ശരീരം അങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു മദ്യപിക്കാനുള്ള ഒരു ടെൻഡൻസി, ടെംപ്ടേഷൻ ഉള്ള ഒരു ശാരീരിക ഘടനയോടുകൂടിയാണ് നമ്മുടെ നിലനിൽപ്പ്. അതുകൊണ്ട് ഏതൊരു സമയത്തും നമ്മൾ അടുത്ത ഒരു മദ്യത്തിലേക്ക് മടങ്ങിപ്പോവാനുള്ള സാധ്യത വളരെ വലുതാണ്. പക്ഷേ നമുക്ക് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, ബോധപൂർവ്വം നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ കഴിയും എന്ന് നമുക്ക് അതിന്റെ സൂചനകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓരോന്നും, അതായത് ഈ മദ്യപിക്കുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയ. കൊപ്പി വാങ്ങുന്നു, ആസ്വദിക്കുന്നു, കുടിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ മുമ്പ് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ, അതായത് മദ്യപിക്കാനുള്ള ഒരു ചിന്ത. മദ്യപിക്കാനുള്ള ഒരു ചിന്ത വരുന്നതിന് മുമ്പ് ആ ചിന്ത വരാനുള്ള കുറെ ഘടകങ്ങളുണ്ട്. ആ ചിന്ത വരാനുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ദേഷ്യം വന്നാൽ മദ്യപിക്കാനുള്ള ചിന്ത പെട്ടെന്ന് കഴിയും. നഷ്ടങ്ങൾ വന്നാൽ മദ്യപിക്കാനുള്ള ചിന്ത പെട്ടെന്ന് കയറി വരും. എന്നിട്ടാണ് മദ്യപാനത്തിലേക്ക് പോവുക. അപ്പോൾ ദേഷ്യം വരിക അല്ലെങ്കിൽ ഇമോഷനായിട്ടിരിക്കുക. ദേഷ്യം വന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഭയങ്കര സന്തോഷം വന്നാലോ, അസൂയ വന്നാലും, സ്വാർത്ഥത വന്നാലും, അഹങ്കാരം വന്നാലും, അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് വന്നാലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും നഷ്ടങ്ങൾ വന്നാലോ, ഏതെങ്കിലും എൻജോയ്മെന്റ് വന്നാലോ, ഏതെങ്കിലും സന്ദർഭം വന്നാലോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം മദ്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉണർത്തും. ചിന്ത ഉണർത്തിയാലും ചിലപ്പോൾ നമ്മൾ കുടിച്ചോളുന്നില്ല. പക്ഷെ ഈ ചിന്ത ഉണർത്തിക്കഴിഞ്ഞാൽ ആ ചിന്ത വളരെ പെട്ടെന്ന് അതിന്റെ പ്രോസസ്സിലേക്ക് പോകും, കുടിക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് പോകും. അതുകൊണ്ട് ഇത് പറയുന്നത്, പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും അയാൾ കുടിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രതികൂല, അപ്പൊ എന്തിനാണ് കുടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിച്ചതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കുടിയിലേക്ക് നയിക്കാനുള്ള ഏതോ ഒരു ഘടകം അയാൾക്ക് അതിനെ തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കുടിയിലേക്ക് നയിക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ട്. അതാ ശരിക്കും പറഞ്ഞാല് ബ്ലോക്ക് ചെയ്യേണ്ടത് അതാണ്. കുടിയെ അല്ല ബ്ലോക്ക് ചെയ്യേണ്ടത്. കുടിക്കുന്നതിന്റെ മുമ്പ് കുടിക്കാനുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. ആ കുടിക്കാനുള്ള ചിന്ത വരാനുള്ള ഘടകങ്ങളെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ഒരു ചിന്തയെ വരാൻ പാടില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ല എങ്കിൽ, നമ്മൾ അതിനെ വെറുതെ വിടുകയാണ് എങ്കിൽ, അതായത് ശരിക്കും പറഞ്ഞാല്
ഇപ്പോ നമ്മളാണെങ്കിൽ പോലും ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ നമ്മൾ നിരന്തരം വരാതിരിക്കുന്നു എന്ന് കരുതുക. അപ്പൊ നിരന്തരം വരാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടിയിലൊന്നും പങ്കെടുക്കാതെ കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുടിയിലേക്ക് നയിക്കുന്ന ചിന്തയെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ഒരു കല്യാണ പാർട്ടിയിൽ നടക്കുന്ന സമയത്ത് മദ്യം വിളമ്പുന്ന സമയത്ത് നമ്മൾ അവിടെ കയറി നിന്ന് മദ്യപിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് ആ കുടിയിലേക്ക് വന്ന ആ ചിന്തയെ അവിടെ നിന്ന് തടയാനുള്ള ഒരു പ്രാക്ടീസ് നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നിരന്തരം ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ, അതായത് കുടിക്കാനുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും അയാൾ കുടിയിലേക്ക് വീണ്ടും മടങ്ങി പോകാൻ സാധ്യതയുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, സുബോധ ജീവിതം ഞങ്ങൾ കരുതിയതുപോലെ കഠിനവും രസം കൊല്ലിയുമായ അനുഭവമല്ലായിരുന്നു. ഇതൊരു കഠിനമായ അനുഭവമൊന്നുമല്ല, ഇതൊരു രസമില്ലാത്തൊരു അനുഭവമല്ലേ. കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബോറൻ ഏർപ്പാടൊന്നല്ല. അതുകൊണ്ട് ബോധത്തോടു കൂടി നിന്ന് നമ്മൾ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രധാനമായിട്ടും 2:6 റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ, നമ്മളൊരു ജോലിക്കാരൻ എന്ന നിലയിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും ആ ജോലിയോടും കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു കുടുംബനാഥനായിരിക്കുമ്പോൾ ആ കുടുംബത്തോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു സൗഹൃദ സദസ്സിലെ ഒരു അംഗമായിരിക്കുന്ന സമയത്ത് അവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നാട്ടുകാരോടും അയൽവാസികളോടും കുടുംബക്കാരോടും ഒക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയാ സുബോധം ആവശ്യമാണ്. അപ്പോ അത് പലപ്പോഴും നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മൾ അത് എന്താ പറയാ അങ്ങനെ ആസ്വദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വേറെ തരത്തിലാണ് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ എല്ലാം കാണുകയും കേൾക്കുകയും പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബോറായിരിക്കണം. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു, ഒരിക്കലും രസം കൊല്ലിയായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സംഗതിയേ അല്ല ഈ കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായ ഒരു അനുഭൂതിയാണ് കുടിക്കാതിരിക്കുക എന്നുള്ളത്. അതിന് ചില കാര്യങ്ങൾ ചെയ്താൽ മതി. കുടിച്ചിരുന്ന കാലയളവിൽ മദ്യമില്ലാത്ത ജീവിതം ഒരു ജീവിതമേ അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തിനെങ്ങനെ കുടിക്കാതിരിക്കണം? ഏതായാലും മരിക്കും, പിന്നെ കുടിച്ചിട്ട് മരിച്ചു. പിന്നെ ഈ പൈസ ഞാൻ മെനക്കെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ ആർക്ക് ഏതായാലും ഇപ്പൊ ഞാനിപ്പോ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചാൽ അത് വേറെ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാനും അധ്വാനിക്കുന്നു, ഞാൻ എന്റെ കുടിക്കുന്നു. അപ്പോ അല്ലാതെ എന്ത് ജീവിതം, ലൈഫ് ബോറ്, കുടിക്കാതിരിക്കുന്ന. അപ്പൊ മെനക്കെട്ട് കഷ്ടപ്പെട്ട് കുടിക്കാതിരിക്കുന്നതൊക്കെ ബോറായിട്ടാണ്. അപ്പൊ ബലം പിടിച്ച് കഷ്ടപ്പെട്ട് അല്ല കുടിക്കാതിരിക്കുന്നത്. കുടിക്കാതിരിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിയണം. കുടിക്കാതിരിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് രസം കൊല്ലിയല്ലാത്ത കലകൾ അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കുടിച്ചിരുന്ന കാലയളവിൽ മദ്യമില്ലാത്ത ജീവിതം ഒരു ജീവിതമേ അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ എയിലെ ഏകദേശം എല്ലാ അംഗങ്ങൾക്കും സുബോധ ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ഇതിന്റെ അകത്ത് കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ശരിക്കും ഇതല്ലേ ലൈഫ്, ഇതാണ് ലൈഫ്. നമ്മുടെ മുന്നിലുള്ള എല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നിരിക്കുകയാണ്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മണക്കുന്നുണ്ട്, എല്ലാം രുചിക്കുന്നുണ്ട്. എല്ലാ രുചികളും നമുക്കറിയാം, എല്ലാ മണവും നമുക്കറിയാം, എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നു, എല്ലാം നമ്മൾ സ്പർശിക്കുന്നുണ്ട്. അപ്പോ പഞ്ചേന്ദ്രിയങ്ങൾ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. അതേസമയം കുടിച്ച് പൂസായി കഴിഞ്ഞാല് നമ്മുടെ ലക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഇന്ദ്രിയമാണ് പ്രവർത്തിക്കുക? കണ്ണ് ശരിക്കും പ്രവർത്തിക്കോ? ചെവി ശരിക്കും പ്രവർത്തിക്കോ? രുചി ശരിക്കും പ്രവർത്തിക്കോ? മണം ശരിക്കും പ്രവർത്തിക്കോ? ഒരു സാധനവും നമ്മുടെ പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ പുറം ലോകവുമായിട്ടുള്ള നമ്മളുടെ എല്ലാ കണക്ഷൻസും നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ കുടിക്കുമ്പോൾ പോകുന്നുണ്ട്. അപ്പൊ യഥാർത്ഥമല്ലത്.
എന്നിട്ട് അവിടെയാണ് നമ്മൾ ഇതിന്റെ രസമുണ്ടെന്ന് പറയുന്നത്. അവിടെ യാഥാർത്ഥ്യമായിട്ട് വന്നു. അപ്പൊ യഥാർത്ഥത്തിലുള്ള ജീവിതം ആസ്വാദ്യകരമാണ്. ആ, അതിനെ അതിൻ്റെതായ രീതിയിൽ നോക്കിക്കാണാനും അതിൻ്റെതായ രീതിയിൽ പരിഗണിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ അത് രസകരമായി മാറൂ. അല്ലെങ്കിൽ ബോറാണ്. ആഗോള സെനോസ് പറയുന്നത് അതിൻ്റെതായ രീതിയിൽ അതിന്റെ യാഥാർത്ഥ്യത്തോടു കൂടി ഈ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് വളരെ രസകരമായിട്ട് പോകാൻ കഴിയും. എന്നോ നമുക്ക് ഇതിനകത്ത് വരേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവുക. അത് സന്തുഷ്ടകരമായ ഒരു അനുഭവമാണ് കുടിക്കാതിരിക്കുക എന്നുള്ളത്. കുടി ഞങ്ങൾക്കുണ്ടാക്കിയ പ്രശ്നങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഈ സന്തുഷ്ടകരമായ ഈ ജീവിതമാണ് നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം ഏല് വന്ന് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. പണ്ട് കുടിച്ചിരുന്ന കാലയളവിലെ നമ്മളുടെ ജീവിതവും കുടി നിർത്തിയതിനു ശേഷമുള്ള നമ്മുടെ ജീവിതവും നമ്മൾ ഷെയറിംഗ് മീറ്റിംഗിൽ സ്ഥിരമായി നമ്മൾ താരതമ്യം ചെയ്യാറുണ്ട്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ ചിലർക്ക് തോന്നും ഇതിനേക്കാൾ നല്ലത് ആ കുടിക്കായിരുന്നു. ചിലർക്ക് തോന്നും ഈ കുടിക്കാതിരിക്കുന്ന ഈ കാലയളവാണ് ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള ആൾക്കാർ കുടിക്കാതെ രക്ഷപ്പെട്ടു പോകും. മറ്റുള്ള ആൾക്കാർ പിന്നെയും കുടിയിലേക്ക് പോകും. അപ്പോ ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ സന്തുഷ്ടകരമായ ജീവിതമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയും. മറ്റൊരു കാര്യം കൂടി, ആർക്കും കുടി നിർത്താം. ഞങ്ങളത് നിരവധി തവണ ചെയ്തിട്ടുമുണ്ട്. ഏതൊരു സാഹിത്യകാരനാണ്, വില്യം ഷേക്സ്പിയർ ആണോ എന്നറിയില്ല, പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈസി ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്. പുകവലി നിർത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഞാനത് എത്രയോ തവണ നിർത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഞാനത് നിർത്തിയിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കുടിയുടെ കാര്യവും പറയുന്നുണ്ട്. അത് കുടി നിർത്തുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. കാരണം ഞാൻ എത്രയോ തവണ കുടി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ശരിക്കും വേണ്ടത് ആ കുടി അന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ കുടി നിർത്തിവെച്ചു. പിന്നെ നമ്മൾ ഏതൊക്കെയോ നോമ്പ് നോറ്റപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മരണം സംഭവിച്ചപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലോ രോഗം വന്നപ്പോഴോ ഒക്കെ കുടിക്കാതെ ഇരുന്നിട്ടുണ്ട് നമ്മൾ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ മുകളിലൊക്കെ കുടിക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അന്നേരമൊക്കെ കുടിക്കാതിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് സുബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബോധത്തെ കറക്റ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളത്. കാരണം കുടിക്കാതിരിക്കുന്നത് എന്തോ ഒരു ത്യാഗം ചെയ്യുന്നത് പോലെ ഒരു മനോഭാവത്തോടു കൂടിയാണ് അത് കുടിക്കാതെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും വേണ്ടത് ഈ ആ കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ സുബോധത്തെ നിലനിർത്തുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഈ ചെറുഗ്രന്ഥത്തിന്റെ പ്രമേയം. എങ്ങനെയാണ് നമുക്ക് സുബോധം നിലനിർത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇതിന്റെ തൊട്ട് മുമ്പുള്ള പേജില് ഈ ശീർഷകത്തെ പറ്റി പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, മദ്യമുക്തരായിരിക്കുക എന്ന വാക്കുകൾ സുബോധവാനായി ജീവിക്കുക എന്നല്ലെങ്കിൽ പോലും ആദ്യം കേട്ടപ്പോ തന്നെ ഞങ്ങളെ ശുണ്ഠി പിടിപ്പിച്ചു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യപിക്കാതിരിക്കുക എന്ന വാക്കിന്റെ അർത്ഥം സുബോധവാനായിരിക്കുക എന്നുള്ളതല്ല. മദ്യപിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മദ്യപിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് സുബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. സുബോധത്തിന്റെ ഇൻഡിക്കേറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു. ശരിയായ ചിന്ത, ശരിയായ മനോഭാവം, ശരിയായ കാഴ്ചപ്പാട്, ശരിയായ പ്രവൃത്തി ഒക്കെ ഉള്ള ഒരു അവസ്ഥയാണ് സുബോധത്തിലുള്ളൊരവസ്ഥ. ഇപ്പൊ കുടിക്കാതിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും ഈ സുബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ മദ്യമുക്തരായിരിക്കുക എന്ന വാക്കുകൾ സുബോധവാനായി ജീവിക്കുക എന്നല്ല എങ്കിൽ പോലും അത് കേട്ടപ്പോ തന്നെ ഞങ്ങളെ ശുണ്ഠി പിടിപ്പിച്ചു. ഞങ്ങൾ ധാരാളമായി മദ്യപിച്ചിരുന്നെങ്കിലും ഞങ്ങളിൽ അധികം പേരും സ്വയം മദ്യപാനിയായി പരിഗണിച്ചിരുന്നില്ല. നമ്മളൊരു മദ്യപാനിയോ മദ്യപാന രോഗിയോ ആണ് എന്നൊരിക്കലും നമ്മൾ പരിഗണിച്ചിട്ടിരുന്നില്ല. ഒരു മദ്യപാനിയുടെ അവസ്ഥയിൽ ഞങ്ങളെ ആരും കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു മദ്യപാനി ഉണ്ടല്ലോ, എപ്പോഴും കുടിച്ചിട്ട് വീട്ടിൽ പോയി അലമ്പുണ്ടാക്കുന്ന, കുടിച്ചിട്ട് റോട്ടിൽ ആടി നടക്കുന്ന, കുടിച്ചിട്ട് വീട്ടിൽ കച്ചറ ഉണ്ടാക്കുന്ന, അങ്ങാടിയിലൊക്കെ കച്ചറ ഉണ്ടാക്കുന്ന, കുടിച്ച് പൈസന്റെ കണക്കില്ലാതെ പോകുന്ന, കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആ ഗണത്തിൽ പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാനൊരു മദ്യാസക്ത രോഗിയോ അല്ലെങ്കിൽ മദ്യം എനിക്ക് കുഴപ്പമുണ്ടാക്കുന്നതാണോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് ഞങ്ങൾ ധാരാളമായി മദ്യപിച്ചിരുന്നെങ്കിൽ പോലും ഞങ്ങളിൽ അധികം പേരും സ്വയം മദ്യപാനിയായി പരിഗണിച്ചിരുന്നില്ല.
പക്ഷെ നമ്മളുടെ മദ്യപാനിയാണ് എന്ന് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് പരിഗണിച്ചിരുന്നില്ല. ഒരു മദ്യപാനിയുടെ അവസ്ഥയിൽ ഞങ്ങളെ ആരും കണ്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്നെ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. എന്നെ ആരും ഞാൻ കുടിച്ച് ലെക്ക് കെട്ട് കച്ചറ ഉണ്ടാക്കി പോകുന്നത് ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. എന്നെ ആരും കണ്ടിട്ടുമില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളിൽ പലരും ഒരിക്കൽ പോലും വേച്ച് നടക്കുകയോ വീഴുകയോ നാവ് കുഴഞ്ഞ് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ കള്ളുകുടിമാരൊക്കെ ചെയ്യുന്ന സാധനമാണത്. ഈ സംസാരിക്കുമ്പോൾ നാവ് കുഴയുക, വേച്ച് നടക്കുക, അതുപോലെ വീഴുക, റോട്ടിൽ വീഴുക, ആക്സിഡന്റ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. പോലീസ് കേസ് ഉണ്ടാവുക, ചെയ്തിട്ടൊന്നുമില്ല. ചിലർ അങ്ങനെ വിശ്വസിക്കുന്നു. മറ്റു ചിലരാകട്ടെ ഒരിക്കൽ പോലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടാത്തവരും എന്നും ജോലിക്ക് പോകുന്നവരും ഒരിക്കലും വാഹനാപകടങ്ങൾ ഉണ്ടാക്കാത്തവരുമാണ്. അങ്ങനെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവര് ആൽക്കഹോളിക് ആണെന്ന് ഓർക്കണം. ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചിലപ്പോൾ ഈ ലെവലിലുള്ളവരും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, ജോലിക്ക് പോയിരുന്ന തടസ്സം ഉണ്ടായിട്ടുണ്ടാവില്ല, വാഹനാപകടമൊന്നും ഉണ്ടാവില്ല. ഇവർ അമിതമായി മദ്യപിച്ചതിന്റെ പേരിൽ ആശുപത്രികളിലോ ജയിലിലോ കിടന്നിട്ടും ഉണ്ടാവില്ല. മദ്യം പ്രശ്നമായി ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടാക്കുകയോ അല്ലെങ്കിൽ മദ്യം പ്രശ്നമായി എന്നൊക്കെ എന്തെങ്കിലും കച്ചറുണ്ടായി പോലീസ് സ്റ്റേഷനിലെ ജയിലിൽ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പോലും മദ്യാസക്ത രോഗിയാണ്. അങ്ങനെ ഉള്ളവരാണ് മദ്യാസക്ത രോഗികൾ. അപ്പൊ ഞാനൊന്നും ആ സ്ഥാനത്തേക്ക് വരാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ലോകത്തിലെ ഏകദേശം ദശലക്ഷക്കണക്കിന് മദ്യാസക്ത രോഗികൾ ഈ കാര്യം മനസ്സിലാക്കാതിരിക്കുന്നത്. വളരെ അപൂർവമായിട്ടുള്ള 10-50 ലക്ഷം ആൾക്കാരെ ഇപ്പോ നമ്മുടെ നാക്കോട് സന ന്യൂസ് ലോകത്തൊട്ടാകെ ഈ ഒരു വിവരം ലഭിച്ച് മാറി നിൽക്കുന്നവരുണ്ട്. കുറഞ്ഞ ആൾക്കാർ മദ്യപിക്കുന്നതിൽ ഒരു 1% ഒക്കെ ആൾക്കാർ, മദ്യാസക്ത രോഗികൾ ഒരു 1% അല്ലെങ്കിൽ 2% ആൾക്കാർ ആകെ ഇതിനകത്ത് മാറി നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും മദ്യപിക്കുന്നുണ്ട്. അവരാരും ഇത് തിരിച്ചറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമുണ്ട്, നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്റെ ശരീരപ്രകൃതി മദ്യവുമായിട്ട് യോജിക്കുന്ന ഒരു സാധനമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഈ രോഗം മൂർച്ഛിക്കാമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ അടുത്ത ഒരു കുടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഞങ്ങളെക്കാൾ കൂടുതൽ കുടിക്കുന്ന നിരവധി ആളുകളെ ഞങ്ങൾക്കറിയാമായിരുന്നു. കുടി കൈകാര്യം ചെയ്യാൻ അറിയാത്ത ധാരാളം ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടിട്ടുള്ള ഈ കുടി കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ കളിയാക്കിയിട്ടുണ്ട്, നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ട്. മര്യാദയ്ക്ക് കുടിച്ചാൽ പോരെ, ഞാൻ കുടിക്കും, ഞാൻ ഇങ്ങനെ കുടിക്കും, ഞാൻ കുടിക്കുന്ന ഒരു സ്റ്റൈല് നമ്മൾ പറയും. ഞാൻ ചിലപ്പോൾ ഭക്ഷണം നന്നായി കഴിക്കും, ഞാൻ രാവിലെ കുടിക്കില്ല, ഞാൻ ഇങ്ങനെയൊക്കെ കുടിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ കുടിയുടെ സ്റ്റൈല് മറ്റേ ആൾക്ക് വിവരിച്ചു കൊടുക്കും. ഒരു ശരിയായ കുടിയൻ, കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ അയാൾ മാന്യമായി കുടിക്കണമെങ്കിൽ മാന്യമായി കുടിക്കാനുള്ള കുറെ രീതികളൊക്കെ നമ്മൾ മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുക്കും. ഞങ്ങളെക്കാൾ കൂടുതൽ കുടിക്കുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, അവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാരെ പോലെ ആയിരുന്നില്ല. അതുകൊണ്ട് കുടി നിർത്തണം എന്നുള്ള നിർദ്ദേശം ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ കുടി നിർത്താൻ പറഞ്ഞാല് അത് ഒരുമാതിരി നമ്മളെ ഒന്ന് കൊച്ചാക്കിയത് പോലെ തോന്നും. എന്റെ കുടി ഇപ്പൊ അത്ര മോശം, ഇയാളുടെ കുടിയപ്പോ നല്ലത്. ഈ കുടി നിർത്തണം എന്ന് പറയുന്നത് രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന് കൂടെ കുടിക്കുന്ന നല്ല കുടിയന്മാരായിരിക്കും പറയുക, നല്ല സ്നേഹമുള്ള കുടിയന്മാരെ. പിന്നെ പറയുന്നത് വീട്ടുകാരാ പറയും, ഭാര്യയും മക്കളോ ഒക്കെയാ പറയാ. അവരോട് പോയി പിണക്കാൻ പറയും. അവർക്ക് എന്താ അറിയാം കുടിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഇവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇവരത് പറയുന്നത് എന്ന് വീട്ടുകാരെ കുറിച്ച് നമ്മൾ പറയും. ഇനി കുടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ആരും പറയുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ കുടിയെക്കുറിച്ച് അറിയില്ല, പിന്നെ എന്റെ കുടിയെക്കുറിച്ച് അയാൾ എന്നെ നന്നാക്കാൻ വേണ്ടി വരുന്നത്, നമ്മൾ അയാളോടും കണക്കിന് പറഞ്ഞു നിർത്തും. അതുകൊണ്ട് കുടി നിർത്തണം എന്നുള്ള ആരെങ്കിലും ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് ഭയങ്കരമായ ഒരു നീരസമാണ് തോന്നിയിട്ടുണ്ടാവുക. കൂടാതെ അതിൽ അനാവശ്യമായ ഒരു കാർക്കശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അതല്ല, ഇനിയിപ്പൊ ഞാൻ നന്നാവണമെന്നിപ്പോ ഇയാൾക്കിപ്പോ എന്താ നിർബന്ധം? ഞാൻ എങ്ങനെയോ കുടിച്ചോട്ടെ, ഇയാളുടെ പറമ്പിൽ കയറിയിട്ടൊന്നും ഞാൻ എടുത്തിട്ട് പോകുന്നില്ല, ഇയാള് ഉണ്ടാക്കി വെച്ച സ്വത്തൊന്നും ഞാൻ എടുക്കുന്നില്ലല്ലോ, അല്ല ഇയാൾ 5 പൈസ മുടക്കുന്നില്ല. ഇയാളുടെ കൂടി നിർത്തണം, ഇയാൾക്ക് എന്താണ് അധികാരം എന്ന് പറഞ്ഞ് നമ്മൾ അയാളോട് തട്ടിക്കേറിയിട്ടുണ്ടാവും ചിലപ്പോ. അതുകൊണ്ട് ഒരു കാർക്കശ്യം പോലെ പറയുന്നത് നമ്മൾ നെവർ മൈൻഡ് ആയിട്ട് വിടുകയോ അല്ലെങ്കിൽ അയാളോട് വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാവും.
എങ്ങനെ ഞങ്ങൾ ആ മാർഗത്തിൽ ജീവിക്കും? കുടി നിർത്തിയിട്ട് എങ്ങനെ ഞങ്ങൾ ജീവിക്കും? കുടി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്തിനാണ് ജീവിക്കുന്നത് കുടി നിർത്തിയിട്ട്? മാത്രമല്ല, കുടി നിർത്തിയിട്ട് എങ്ങനെയാണ് ജീവിക്കുക? എന്റെ എല്ലാ സുഹൃത്തുക്കളും കുടിയന്മാരാണ്. ഞാനിപ്പോ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുടി നിർത്തിയ നമ്മുടെ ലൈഫേ ഇല്ല. അതുകൊണ്ട് തീർച്ചയായും ഒരു ബിസിനസ് ലഞ്ചിനോ അത്താഴത്തിന് മുമ്പോ 1-2 പെഗ് മദ്യം കഴിക്കുന്നതിൽ ഒരു തെറ്റില്ല. എനിക്കങ്ങനെ കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ഡിന്നർ ചെല്ലുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും ഈ സാധനമൊക്കെ എടുത്തു വെച്ച് കഴിയുമ്പോൾ അത് ഞാൻ കുടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊരു പൊട്ടനായി മാറും. അതല്ലെങ്കിൽ ഞാനൊരു കഴിവില്ലാത്തവൻ, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി മാറും. അതുപോലെ തന്നെ ഒരു അത്താഴത്തിനൊക്കെ പോണ സമയത്ത് അത് കുടിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ, അതൊരു മോശമല്ല. അങ്ങനെ പോയിട്ട് എത്രയോ ആൾക്കാർ നല്ല രസകരമായി കുടിച്ചു പോകും. അതൊരു മോശമല്ല, എൻജോയ്മെന്റ് ആണ്. എല്ലാവർക്കും വിശ്രമവേളകളിൽ അല്പം മദ്യം ആസ്വദിക്കാനുള്ള അവകാശമില്ലേ? നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മള് മെനക്കെട്ട് അധ്വാനിച്ച് വൈകുന്നേരം കഴിയുമ്പോൾ 2 പേർക്ക് അടിക്കാനുള്ള അവകാശം എനിക്കില്ലേ? ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ബീർ കഴിച്ചുകൂടെ? ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതല്ലേ? ഇതിപ്പോ ആർക്കപ്പം കുഴപ്പം? ഇങ്ങനെയുള്ള ചില അവകാശവാദങ്ങളാണ് പലപ്പോഴും നമ്മൾ നേരത്തെ നിർത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും അവിടെയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ട്, ഈ അവകാശങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ എന്താണ്, അത്താഴത്തിന് മുമ്പ് 1-2 പെഗ് കഴിക്കുക, അതുപോലെ വിശ്രമവേളകളിൽ അല്പം മദ്യം ആസ്വദിക്കാനുള്ള അവകാശം, ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കഴിക്കാനുള്ള അവകാശം, ഇതൊക്കെ എല്ലാ അവകാശവും, കുടിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ മദ്യാസക്തി എന്ന രോഗത്തെ പറ്റിയുള്ള ചില വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് പറ്റുന്ന ആൾക്കാരുണ്ട്, പറ്റാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോന്ന് അടിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരെണ്ണം അടിക്കുക, അത്താഴത്തിന് ചെല്ലുമ്പോൾ, ഡിന്നറിന് ചെല്ലുമ്പോൾ ഒരെണ്ണം അടിക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഓരോന്ന് അടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് എല്ലാവരും ഒരുപോലെ അല്ല. അവിടെ 2 തരത്തിലുള്ള കുടിയന്മാരുണ്ട്. മദ്യാസക്ത രോഗികളുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അല്ലാത്തവർ ചെയ്യുന്നത് കണ്ടിട്ട് മദ്യാസക്ത രോഗികൾക്ക് ചെയ്യാൻ കഴിയില്ല. മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അഭിപ്രായത്തിൽ മാറ്റം വന്നു. ഈ അഭിപ്രായത്തിന് മാറ്റം വന്നത് മദ്യാസക്തി എന്നുള്ള രോഗത്തെക്കുറിച്ചുള്ള അറിവാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും കിട്ടിയിട്ടുള്ള വലിയ ഒരു സംഗതി മദ്യാസക്ത രോഗം എന്താണ് മദ്യാസക്ത രോഗം എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും മനസ്സിലായി. രണ്ടാമത് മനസ്സിലായ കാര്യം, ഈ മദ്യാസക്ത രോഗം എനിക്കുണ്ടോ എന്നുള്ളതായിരുന്നു ഏറ്റവും കഠിനമായ ഒരു അന്വേഷണം. മദ്യാസക്ത രോഗം എന്ന് പറഞ്ഞാൽ രോഗമുണ്ടെന്ന് അത് വളരെ പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് എനിക്കുണ്ടോ? ഞാനാ രോഗിയാ. അപ്പൊ ആ രോഗത്തിനുള്ള ലക്ഷണമൊക്കെ എനിക്കുണ്ടോ? എനിക്ക് അങ്ങനത്തെ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ രോഗിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങൾ കഴിഞ്ഞ്, ആലക്കോട് സഞ്ചരിച്ച് 3-4 മാസങ്ങൾ കഴിഞ്ഞ് ആണ് ശരിക്കും മനസ്സിലായത്. ആ മാസങ്ങൾ കൊണ്ട് എന്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കുടിയേയും വിശകലനം ചെയ്തപ്പോഴാണ് ശരിക്കും ഞാൻ ഓരോ കുടിയും ഞാൻ എന്തിനു കുടിച്ചു എന്ന് ഉത്തരമില്ലാത്ത കുറെ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഞാനൊരു മദ്യാസക്ത രോഗിയാണെന്നുള്ള വിവരം. ആ രോഗിയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാം പറ്റുന്നത് പോലെ രോഗികൾക്ക് പറ്റില്ലല്ലോ. പ്രമേഹ രോഗമുള്ള ആൾക്ക് പഞ്ചസാര പറ്റില്ലല്ലോ, പഞ്ചസാര കഴിക്കാൻ പറ്റില്ല. അതേപോലെ ഏതെങ്കിലും ഒരു സാധനം അലർജിയുള്ള ഒരാൾക്ക് ആ അലർജിയുള്ള സാധനം പറ്റില്ല. അപ്പൊ അങ്ങനെ അലർജിയുള്ള അല്ലെങ്കിൽ ഉള്ള ഒരാളാണോ എന്നുള്ള തിരിച്ചറിവ് വലിയ ഒരു സംഗതിയാണ്. എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ അതിന് പോകാൻ പാടില്ല. എനിക്ക് മദ്യാസക്ത രോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ മദ്യം തൊടാൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവ്. മദ്യാസക്തി എന്ന രോഗത്തെക്കുറിച്ചുള്ള ചില വസ്തുതകൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അഭിപ്രായത്തിൽ മാറ്റം വന്നു. ദശലക്ഷക്കണക്കിന് ആൾക്കാർ മദ്യാസക്തി എന്ന രോഗത്താൽ ബാധിതരാണെന്ന വ്യക്തമായ യാഥാർത്ഥ്യത്തിന് നേർക്ക് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവിടെയാണ് നമ്മൾ ഇപ്പൊ തിരിച്ചറിയുന്നത് ഈ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രോഗത്തിന് അടിമയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ സർക്കാരും ഓരോ സംസ്ഥാന സർക്കാരും ഒക്കെ നിലനിന്ന് പോകുന്നത് ഈ രോഗമുള്ളതുകൊണ്ടാണ്. ഇപ്പൊ കോവിഡ് വന്നപ്പോ അതിനൊക്കെ ഭയങ്കര ചികിത്സ നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഈ മദ്യാസക്ത രോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നയം കൊണ്ടെന്നുള്ളതാണ് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. കാരണം അവരുടെ ലക്ഷ്യം വെക്കുന്നത് മുഴുവനും മദ്യാസക്ത രോഗികളെയാണ്.
എന്തായാലും കുടിച്ചോളും. ഇനിയിപ്പോ എത്ര വില കൂട്ടിയാലും കുടിച്ചോളും, എങ്ങനെ ആയാലും കുടിച്ചുകൊള്ളും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട്. കാരണം വിശ്വാസം വരാൻ കാരണം എന്താണ്? ഇവര് രോഗികളാണ്, ഇവർക്ക് ഇത് കിട്ടിയേ പറ്റും. അപ്പോ അങ്ങനെ ഉള്ള ആൾക്കാര്, ദശലക്ഷക്കണക്കിനുള്ള ആൾക്കാരില് ഉണ്ട് എന്നുള്ള മദ്യാസക്ത രോഗത്താൽ ബാധിതരാണെന്ന് വ്യക്തമായ യാഥാർത്ഥ്യം ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഇപ്പൊ നമുക്കറിയാം, ഇത്രയും കഷ്ടപ്പെട്ട് ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന 99% ആൾക്കാരും എന്താ പറയാ, ഏത് ലോക്ക്ഡൌൺ സമയത്തും ക്യൂ നിൽക്കുന്ന ആൾക്കാർ രോഗികളാണ്, സംശയമില്ല. അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ വാറടവാണ്, അല്ലെങ്കിൽ സാധനമില്ല, എന്നാ പിന്നെ വേണ്ട, നാളെ ആയിക്കോട്ടെ, ഇന്ന് ബിരിയാണി കഴിക്കണമെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ ഒരു കടയും തുറന്നിട്ടില്ല. ഓക്കെ, നാളെ ആക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയും. പക്ഷെ ഫോൺ അടിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നാ ശരി നാളെ ആക്കാമെന്ന് തീരുമാനിക്കില്ല. എവിടെയാണോ കിട്ടുക അവിടം വരെ പോകും. വേറെ ഏത് സാധനം കഴിക്കണമെന്ന് തോന്നിയാല് ലഭ്യമല്ലെങ്കിൽ നമ്മൾ വേണ്ടെന്ന് വെക്കും. പക്ഷെ ഈ മദ്യം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത്. എത്ര ദൂരം വണ്ടി ഓടിക്കാമെന്ന് നമുക്ക് അത് മടി. എത്ര രൂപ മുടക്കണം? ബ്ലാക്കില് എനിക്കറിയാം, ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് ഒരു കുപ്പി മദ്യം വാങ്ങിയത് 2500 രൂപയ്ക്കും 3000 രൂപയ്ക്കും വാങ്ങിയ ആൾക്കാരുണ്ട്. കാരണം മദ്യപിക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് എത്രയോ ദൂരം പുഴയൊക്കെ നീന്തി കടന്ന് അക്കരെ പോയി. എന്റെ ഒരു സുഹൃത്ത് നീന്തി കടന്ന് അക്കരെ പോയി ഒരു കുപ്പി 3000 രൂപയ്ക്ക് വാങ്ങി പുഴ നീന്തി കടന്ന് ഇക്കരയ്ക്ക് വന്ന ഒരാളുണ്ട്, ഒരു കുപ്പി സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അയാൾക്ക് അങ്ങനെ പോകാനുള്ള കാരണം വെച്ചാൽ, എന്തുകൊണ്ട് അയാൾക്കൊന്ന് നാളെ ആക്കിക്കൂടാ? അതല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും വിൽപ്പനയൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് കഴിച്ചാൽ മതി എന്ന് തീരുമാനിക്കാത്ത എന്താ? അയാൾക്കത് ഇപ്പൊ കിട്ടിയേ പറ്റുള്ളൂ. ഒരു അവസ്ഥയാണല്ലോ രോഗം എന്ന് പറയുന്നത്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ദശലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ഇപ്പോ ഈ ആൽക്കഹോളിസം അനോണിമസിന്റെ ഉള്ളിലിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. എത്രയോ ആൾക്കാര് ഈ രോഗം മൂലം കഷ്ടപ്പെടുന്നു. ആ ആൾക്കാര് കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും അവരുടെ അച്ഛനും അവരുടെ അമ്മയും അവരുടെ സഹോദരങ്ങളും അവരുടെ കുടുംബം അടക്കമുള്ള ഒരു 10-15 പേരും കഷ്ടപ്പെടുന്നു. ഒരു മദ്യാസക്ത രോഗിയുടെ 15ഓളം അടങ്ങുന്ന കുടുംബ ബന്ധങ്ങളെ ആൾക്കാർ മുഴുവനും നമ്മളുടെ അല്ലെങ്കിൽ ഈ മദ്യാസക്തന്റെ കുടി മൂലം കഷ്ടപ്പെടുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഈ മദ്യാസക്ത രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന ആൾക്കാര് മദ്യാസക്ത രോഗികളിൽ ഇന്ത്യ ഏകദേശം 15ആണ്. അപ്പൊ അത്രയും ആൾക്കാർ ഈ ലോകത്ത് മദ്യാസക്ത രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. മറ്റേത് അങ്ങനെ നമ്മളത് ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കണ്ണുകൾ തുറക്കപ്പെട്ടു. വൈദ്യശാസ്ത്രം അതിന്റെ കാരണം വിശദീകരിക്കുന്നില്ലെങ്കിലും ഈ രോഗത്തെപ്പറ്റി പഠിച്ച വിദഗ്ധർ ഏതളവിലുള്ള മദ്യപാനവും മദ്യാസക്തനെ കുഴപ്പങ്ങളിലേക്കോ പ്രശ്നക്കാരനായ മദ്യപാനി എന്ന അവസ്ഥയിലേക്കോ നയിക്കുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അയാള് ഒരു മദ്യാസക്തൻ വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത് എന്നുള്ള വൈദ്യശാസ്ത്രത്തിന് വലിയ ധാരണയൊന്നുമില്ല, വൈദ്യശാസ്ത്രം പറയുന്നുമില്ല. പക്ഷേ നമ്മളെ പോലെയുള്ള, നമ്മൾ ആൽക്കഹോളിസം അനോണിമസിലെ പോലെയുള്ള അതിനെക്കുറിച്ച് ആദ്യം മുതലേ പറയുന്ന ആൾക്കാർ, ഇതിന്റെ ഫൗണ്ടർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഒരു മദ്യാസക്ത രോഗിക്ക് ഏതളവിലുള്ള മദ്യപാനവും മദ്യാസക്തനെ കുഴപ്പങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രശ്നക്കാരനായ മദ്യപാനി എന്ന അവസ്ഥയിലേക്കോ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എനിക്കിപ്പോ എങ്ങനെ തോന്നുന്നു വെച്ചാൽ എന്റെ അനുഭവം വളരെ കറക്റ്റാണ്. എന്റെ അനുഭവം എടുത്തു നോക്കിയാല് കുടിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ, ഒരു പെഗ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നുണ്ട് മുമ്പൊക്കെ ഒരു പൈന്റ് പൊട്ടിച്ച് 3 പേര് കഴിക്കാൻ ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും. കാരണം പൈന്റിൽ 2 പെഗ് കഴിക്കാനുണ്ടാവും. ഈ 2 പെഗ് കഴിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അല്ല അടുത്ത എവിടേക്കെങ്കിലും പോകേണ്ടി വരും. അപ്പോ ഒരു എന്താ പറയാ, ഒരെണ്ണം കഴിച്ച് വീട്ടിൽ പോകും. മറ്റൊക്കെ 2 പേർക്കും ഈ 2 പെഗ് കഴിച്ച് അവര് വീട്ടിൽ പോകും. പക്ഷെ നമുക്ക് ഈ 2 പെഗ് കഴിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. ഈ 2 പെഗ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ പോകണം. അപ്പോ അപ്പൊ തന്നെ നമ്മുടെ രോഗാവസ്ഥയുടെ ഒരു മൂർധന്യത്തിലേക്ക് നമ്മൾ വരികയും ചെയ്യും. അതുകൊണ്ട് ഏതളവിലുള്ള മദ്യപാനവും മദ്യാസക്തന കുഴപ്പങ്ങളിലേക്കോ പ്രശ്നക്കാരനായ മദ്യപാനി എന്ന അവസ്ഥയിലേക്കോ നാം നയിക്കുന്നുവെന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു.
ഞങ്ങളുടെ അനുഭവം ഇതിനെ അതിശക്തമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും മദ്യപിക്കാതിരിക്കുക. ഈ മദ്യത്തെ പൂർണ്ണമായും അങ്ങോട്ട് മാറ്റിവെക്കുക. അതായത് മദ്യവിമുക്തരായിരിക്കുക എന്നത് മദ്യാസക്ത രോഗത്തിൽ നിന്നുള്ള മോചന പ്രക്രിയയുടെ അടിസ്ഥാനമാകുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് മാർഗമാണ് ഈ രോഗം എന്ന് പറഞ്ഞ ഇത്ര മാരകം ഭീകരവുമായിട്ടുള്ള ഈ രോഗത്തെ തടയിടാൻ മാസ്കും വേണ്ട, സാനിറ്റൈസറും വേണ്ട, അകലവും വേണ്ട. 3 കാര്യങ്ങൾ ചെയ്യണം. കോവിഡിന് മാസ്ക് വേണം, സാനിറ്റൈസർ വേണം, അകലവും പാലിക്കുക. ഇത് 3 കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രം. ഇതിൽ ഏതെങ്കിലും ഒന്ന് പൊളിഞ്ഞാല് ചിലപ്പോൾ നമുക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മദ്യാസക്തി എന്ന് പറഞ്ഞ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. മദ്യം കുടിക്കാം. മദ്യപിക്കാണ്ടിരുന്നാൽ മതി. സാധനം നമ്മളുടെ വയറ്റിലെത്താണ്ടിരുന്നാൽ മതി. വേറെ ഒരു പ്രശ്നമില്ല. മദ്യമുക്തനായിരുന്നാൽ മതി. ശരിക്കും പറഞ്ഞാല് ഈ ലോകത്തുള്ള ഒരുപാട് രോഗങ്ങളുണ്ട്. ക്യാൻസർ, ലോകാരോഗ്യ സംഘടന പറയുന്ന ഏറ്റവും ഒന്നാമത്തെ ക്യാൻസർ, പിന്നെ ഹൃദ്രോഗം, പിന്നെ എയ്ഡ്സ്, പിന്നെ മദ്യാസക്തി. അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന രോഗവിവര പട്ടികകളിലൊക്കെ തന്നെ മറ്റേ ഇപ്പൊ ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഹൃദ്രോഗം വരാതിരിക്കണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ പല രോഗങ്ങളും വരാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ മദ്യാസക്തി എന്ന രോഗം വരാതിരിക്കാൻ ഒരു ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മദ്യപിക്കാതിരുന്നാൽ മതി. അതായത് സിമ്പിൾ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു രോഗമാണ്, ഈ മാരകമായ രോഗമാണ് മദ്യാസക്തി. സിമ്പിളാണ്. ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, മദ്യപിക്കാതിരിക്കുക, അല്ലെങ്കിൽ മദ്യവിമുക്തരായിരിക്കുന്നത്. മദ്യാസക്ത രോഗത്തിനുള്ള മോചനം. പക്ഷേ മദ്യപിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിരുന്നു, അത് ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ആ മദ്യം അങ്ങോട്ട് മാറ്റിവെച്ചു. അതായത് മദ്യം മാറ്റിവെക്കുക എന്നുള്ള ഒരു പ്രക്രിയ നടത്തി. ഇപ്പൊ കുടിക്കുന്നില്ല, അത് മാറ്റിവെച്ചു. പക്ഷേ ഈ പ്രക്രിയ പെട്ടെന്ന് ഉണ്ടാവണമല്ല. അത് ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ്, ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചിന്ത ഉണ്ടാവുന്നത്. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ മദ്യപിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നയിക്കുന്ന എല്ലാ ചിന്തകളെയും തടയാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ മദ്യവിമുക്തരായിരുന്നാൽ മതി എന്നുള്ള കാര്യമൊക്കെ എന്നത് മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചന പ്രക്രിയയുടെ അടിസ്ഥാനമാണ്. ഇവിടെ തറപ്പിച്ച് പറയപ്പെടേണ്ട ഒരു വസ്തുതയുണ്ട്. സുബോധ ജീവിതം ഞങ്ങൾ ഭയന്നതുപോലെ ഒട്ടും കഠിനമോ മുഷിപ്പിക്കുന്നതോ അസ്വസ്ഥമാക്കുന്നതോ അല്ല. നേരത്തെ മറ്റേ കഠിനവും രസപുല്യമായ കാര്യമല്ല എന്ന് പറഞ്ഞാൽ തന്നെ സുബോധ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞൊരു സാധനമൊന്നുമല്ല, മുഷിപ്പിക്കുന്നതോ ബോറടിപ്പിക്കുന്നതല്ല. മറിച്ച് ആ ജീവിതം ഞങ്ങൾ ആസ്വദിക്കാൻ ആരംഭിക്കുകയും മദ്യപിച്ചിരുന്ന കാലയളവിനേക്കാൾ കൂടുതൽ ആവേശകരമായി ആ ദിവസം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. മദ്യപിക്കാതിരിക്കുന്നതിന്റെ ആനന്ദം തിരിച്ചറിയുക, സന്തോഷം തിരിച്ചറിയുക, അതിനെ എൻജോയ്മെന്റ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം. മദ്യപിക്കാതിരിക്കുക എന്നുള്ള ഒന്നാം സ്റ്റെപ്പ്. മദ്യപിക്കാതിരിക്കുന്ന കാലയളവിൽ ഏറ്റവും രസകരമായി ജീവിക്കാൻ നമുക്ക് കഴിയണം, ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ നമുക്ക് കഴിയണം, ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. ആസ്വദിച്ച് ജീവിക്കാന്, സന്തോഷകരമായിരിക്കാന് ഒക്കെ നമ്മൾ ചില നടപടികൾ ചെയ്താൽ നമുക്ക് സാധിക്കും, ചില ടിപ്പുകൾ ചെയ്താൽ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്ത് പരിശീലിച്ചിട്ടുള്ളവര് പറയുന്നത് എന്താ പറയാ, ഈ ഇത്രയും രസകരമായ ഒരു ജീവിതത്തെ ആണോ നമ്മുടെ കുടിച്ച് കാലങ്ങൾ വെറുതെ കളഞ്ഞു പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ടിപ്പുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതാണ് ആമുഖത്തിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നമ്മളുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടും. അതായത് ചില ചോദ്യങ്ങള് എന്താ പറയാ, നമ്മള് ഒരു കള്ളുകുടി സഭയിൽ, ഒരു മധ്യ സർക്കാരത്തിൽ, ഒരു പാർട്ടിയിൽ, ഡിന്നറിന് ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കുടിക്കാതിരിക്കുക? എല്ലാവരും നമ്മളെ നിർബന്ധിക്കും. നമ്മളൊരു മോശക്കാരനാവും. എന്ത് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യണം? അതുപോലെ തന്നെ നമ്മുടെ വീട്ടില്
ഞാനിപ്പോ കുടിക്കാത്തുള്ളൂ. എന്റെ പാളിയും കുടിക്കും, അവര് കുടിക്കും, ഇവര് കുടിക്കും. ഇവരൊക്കെ പലപ്പോഴും എന്റെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ നേരത്തെ ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഇവിടെ വന്നാൽ ഒരു സ്മോള് കൊടുത്ത് അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ഇപ്പൊ അവര് വരുമ്പോ ഞാൻ കൂടി നിർത്തി എന്നുള്ളതിന്റെ പേരില് അവർക്ക് കൊടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ? അപ്പോ വീട്ടിൽ ഒരു കുപ്പി വാങ്ങി അവിടെ ഇരുന്നോട്ടെ, ഞാൻ കുടിക്കുന്നില്ല. അങ്ങനെ നമുക്ക് വീട്ടിൽ കുപ്പി വാങ്ങിച്ചു വെക്കാൻ പാടുണ്ടോ? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാനിപ്പോ കുടിക്കുന്നില്ല, ഞാൻ കൂടി നിർത്തി എന്നുള്ള വേറെ ആൾക്കാരോട് പറയേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് വിചാരിക്കില്ലേ? ഞാനൊരു അത്രയും ചിലപ്പോൾ ഞാൻ ഈ ചോദ്യം കേട്ടിട്ടുണ്ട്. ഞാൻ കൂടി നിർത്തിയതാണെന്ന് ഞാൻ ഒരാളോട്, ഒന്ന് രണ്ട് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, അത്രയും വലിയ കുടീനായിരുന്നു നീ എന്ന്. അപ്പൊ കുടി നിർത്താൻ മാത്രമുള്ളൊരു കുടി നമ്മൾ കുടിച്ചോന്ന് ചോദിക്കും. അപ്പൊ നമ്മളെ വീണ്ടും ഒരു കൊച്ചാക്കലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുടി നിർത്തി എന്ന് പറയണോ? എന്താണ് നമ്മൾ ഇവരോടൊക്കെ പറയേണ്ടത്? അതുപോലെ തന്നെ നമ്മുടെ സെക്സിനെയൊക്കെ ഈ ഒരു കുടി ബാധിക്കുവോ? സെക്സ് കൂടുവോ കുറയോ, താല്പര്യമില്ലാതെ വരുവോ ഒക്കെ ചെയ്യുമോ? അതുപോലെ തന്നെ നന്നായി ഉറങ്ങുന്ന 2 അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, പക്ഷെ മദ്യപിക്കാതെ കഴിഞ്ഞാൽ ഉറക്കം കിട്ടുവോ? അതുപോലെ തന്നെ സ്വപ്നങ്ങള് ഇങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം കാണുന്നു, കുടിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി കുടിക്കുമോ? അങ്ങനെ കാണാൻ പാടുണ്ടോ എന്നൊക്കെ. അതല്ലെങ്കിൽ ഈ ഡ്രൈ ഡ്രിങ്കർ എന്ന് പറയും, ഈ കുടിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ ആസ്വദിക്കുക, മറ്റുള്ളവരൊക്കെ കുടിസഭയിൽ പോയി ഇരിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. ബാറിൽ പോകാവോ? ബാറിൽ മറ്റുള്ളവരൊക്കെ കുടിച്ചോട്ടെ, ഞാൻ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബാറിൽ നമുക്ക് പോകാമോ? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതുപോലെ ഈ ബോറടിക്കുന്ന സമയം വരുമല്ലോ, ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ബോറടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യുക? ഇപ്പൊ കുടിക്കണം എന്നുള്ള തോന്നല് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വരുമല്ലോ, ഏകാന്തമായിരിക്കുമ്പോ. ആ സമയത്ത് എന്താ ചെയ്യുക? അത് തന്നെ ഭയങ്കര ഹാപ്പിയുള്ള സമയം, ഇപ്പൊ വീട്ടില് വല്ല ബർത്ത്ഡേ പാർട്ടിയോ അതല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിലോ അവിടെയൊക്കെ പെരുന്നാളോ ഉത്സവങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ കുടിക്കാതെ അവിടെ പോയിട്ട് എന്നാ ചെയ്യാനാന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലിരിക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അവിടെ പോകാൻ പാടുണ്ടോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കൊരു നല്ല ഒരു ധാരണയൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ തന്നെ ഞാന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളാണ്. ഞാൻ കുടിയുണ്ടാക്കിയ പ്രശ്നം, എന്റെ പെരുമാറ്റ പ്രശ്നം, വൈകല്യ പ്രശ്നം, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചികിത്സാലയത്തിലൊക്കെ കയറി ചികിത്സ കഴിഞ്ഞിട്ട് വന്നവരാണ്. ഞാനാണെങ്കിലും പ്രോപ്പറായിട്ട് ചികിത്സയ്ക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചികിത്സയൊന്നും കിട്ടാതെ ഇപ്പൊ എനിക്ക് കുടിയിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയുമോ എന്നുള്ള കുറെ സംശയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഈ പഴയ ഫ്രണ്ട്സിനെ, കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കാണും നാട്ടിലിറങ്ങുമ്പോൾ. അവരെ ഒക്കെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? അവരോട് ഞാൻ എന്താ പറയാ? അവരുടെ കൂട്ടത്തിൽ കൂടണോ കൂടാതിരിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അതുപോലെ എന്റെ പഴയ കുറെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ പഴയ റൂട്ടുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എന്റെ ഒരു ചാനലുണ്ട്. ആ റൂട്ട് ഞാൻ അടയ്ക്കണോ, അത് വേറെ റൂട്ടിൽ കൂടെ പോകണോ, ആ റൂട്ടിൽ കൂടെ പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ധാരണകളൊക്കെ ലഭിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കും എന്ന് വിചാരിക്കാം. ഇന്ന് ഞാൻ അതിലേക്ക് കടക്കാത്തത്, അതിന് കടന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സമയം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ഇതിന് ആദ്യത്തെ ഈ ചെറുഗ്രന്ഥം ഉപയോഗിക്കേണ്ട വിധത്തിൽ ആദ്യത്തെ ഒരു ഖണ്ഡിക വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചെറുഗ്രന്ഥം മദ്യാസക്ത രോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരു പദ്ധതി വാഗ്ദാനം ചെയ്യുന്നില്ല. ഒരു പദ്ധതി അങ്ങനെ പറയുന്നില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ പിന്നെന്താ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖപ്പെടൽ പദ്ധതിയുടെ പടികൾ ആൽക്കഹോളിക്സ് അനോണിമസ് 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്നീ ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പടികൾ ഇവിടെ വ്യാഖ്യാനിക്കുന്നില്ല. അതിലൂടെ സംഭവിക്കുന്ന സുഖപ്പെടൽ പ്രക്രിയയും ഈ ചെറിയ ഗ്രന്ഥത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. അതായത് സുഖപ്പെടാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പടികൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിവിടെ പറയുന്നില്ല. മറിച്ച്
കുടിയിലേക്ക് നയിച്ചിട്ടുള്ള നമ്മളുടെ വ്യക്തിപരമായ ചില സ്വഭാവ സവിശേഷതകളെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാൻ, ഒന്ന് പുനഃക്രമീകരിക്കാൻ നമ്മളെ പടികൾ സഹായിക്കുന്നുണ്ട്. അത് ഇവിടെ പറയുന്നില്ല. മറിച്ച് ഇവിടെ എന്താണ്, മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ചിന്തകളൊക്കെ വന്നാൽ പോലും നമ്മള് മദ്യപാനം എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് കടക്കുന്ന ആ കടക്കല്, അവിടെയുള്ള ഒരു മിക്കവാറും അങ്ങനെ കടക്കുന്നത് ആലോചിച്ചിട്ടൊന്നായിരിക്കില്ല, ചിന്തയില്ലാതെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിലേക്ക് കിടക്കുക. പല ബിഗ് ബുക്ക് പറയുന്നുണ്ട് ഒരിടത്ത്, ബാറിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ബാറിലേക്ക് കയറിയത് ഒരു ചിന്തയും മനസ്സിലില്ലാതെ കയറിപ്പോയി. ഒരു ചിന്തയും കുടിക്കണമെന്നോ കുടിക്കാൻ പാടില്ലെന്നോ ഞാൻ കുടി നിർത്തിയാന്നോ ഒന്നുമില്ലാതെ ബാറിലേക്ക് കയറി കുപ്പി ഓർഡർ ചെയ്ത് വന്നുകൊണ്ട് കഴിച്ചതിന് ശേഷമാണ് ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ അവിടെ അങ്ങനെയൊക്കെ മദ്യപിക്കാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആൽക്കഹോളിക് അനോണിമസിൽ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. മദ്യപിക്കാതെ ജീവിക്കുന്നതിന് ഞങ്ങൾ അവലംബിച്ചിട്ടുള്ള ചില മാർഗങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഒരു ബാറ് കാണുമ്പോൾ നമുക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ഒരു കുടിക്കുന്ന മുമ്പ് കൂടുതൽ ഒന്നിച്ച് കുടിച്ചുകൊണ്ടിരുന്ന ചങ്ങാതിയെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ അവരോട് കുടി നിർത്തി എന്ന് പറയണോ, കുടിക്കുകയില്ല എന്ന് പറയണോ, എന്താണ് നമ്മൾ അവരോട് മറുപടി പറയേണ്ടത് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഇതിനകത്തുള്ളത്. കുടിക്കാതെ നിൽക്കാനുള്ള ചില ടെക്നിക്കൽ ടിപ്പുകൾ 31 പോയിന്റുകളായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നെ കേട്ട് നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ ചില ഡിസ്കഷൻ സമയമുണ്ട്.